Hello friends, welcome back to a new session. Today we are going to discuss about measurements in epidemiology. Measurements in epidemiology. First one is measurements of mortality. Among that, crude death rate. Crude death rate. What is crude death rate? Number of deaths during the year divided by mid-year population. Number of deaths during the year divided by mid-year population into 1000. That is the formula of crude death rate. Next is specific death rate. The specific death rate എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസ് ആവാം, അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു സെക്സ് ഗ്രൂപ്പ് ആവാം. അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസീസിന് അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷന് മാത്രമായിട്ടുള്ള ഡെത്ത് റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഡ്യൂ ടു ട്യൂബർകുലോസിസ്. Number of deaths from tuberculosis during a calendar year divided by mid-year population. Number of deaths from tuberculosis during a calendar year divided by mid-year population into 1000. That is specific death rates. For example, there are several other examples here. It can be due to tuberculosis or specific death rate for males. Same formula can be applied, but the numerator will change. Then specific death rate or the age group of 15 to 20 years. So in all the category, the numerator comes which is the specific group. ന്യൂമറേറ്ററിൽ ഏതാണോ ആ സ്പെസിഫിക് ഗ്രൂപ്പ്, അവിടെയാണ് ആ ഗ്രൂപ്പാണ് ന്യൂമറേറ്ററിൽ വരിക. So that is regarding the specific death rate. These are some examples. If you want, you can note it down. Next is case fatality rate or ratio. Fatality means usually it is death. So the number of deaths due to a particular disease divided by total number of cases due to the same disease into 1000. The 1000 should come into the numerator. So it is written here in divided by. It is not divided by. It is into 1000. Total number of deaths due to a particular disease divided by total number of cases due to the same disease. മൊത്തം ഒരു അസുഖത്തിൻ്റെ കേസുകൾ എത്രയുണ്ട്, അതിൽ എത്ര മരണമുണ്ട്. ഇപ്പം ഒരു ടി ബി ആണെങ്കിൽ മൊത്തം ടി ബി കേസുകൾ എത്ര, അതിൽ ടി ബി കൊണ്ടുണ്ടായ മരണം എത്ര. ഇതാണ് കേസ് ഫെറ്റാലിറ്റി റേഷ്യോ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂ ടു എ പർട്ടിക്കുലർ ഡിസീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഡ്യൂ ടു ദ സെയിം ഡിസീസ് ഇൻറ്റു 1000. So that is case fatality rate or ratio. Then proportional mortality rate or ratio. Proportional mortality from a specific disease എന്ന് പറയുകയാണെങ്കിൽ number of deaths from a specific disease in a year divided by total deaths from all causes in that year. അതായത് ഒരു പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി, മൊത്തം മരണം എടുത്താൽ അതിൽ എത്ര മരണം ഇന്ന അസുഖം കൊണ്ട്, ഈ പ്രത്യേക അസുഖം കൊണ്ട് വന്നു എന്ന് തീരുമാനിക്കുന്നതാണ് പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് ഇൻ എ സ്പെസിഫിക് ഡിസീസ് എന്ന് പറയുന്നത്. അണ്ടർ 5 പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡെത്ത്സ് അണ്ടർ 5 ഇയേഴ്സ് ഓഫ് ഏജ് ഇൻ എ ഗിവൺ ഇയർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂറിങ് ദ സെയിം പീരീഡ്. അതായത് മൊത്തം മരണങ്ങളിൽ 5 വയസ്സിൽ താഴെയുള്ള എത്ര പേർ മരിച്ചു, അതാണ് അണ്ടർ 5 പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ്. നമ്പർ ഓഫ് ഡെത്ത്സ് അണ്ടർ 5 ഇയർ ഓഫ് ഏജ് ഇൻ എ ഗിവൺ ഇയർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂറിങ് ദ സെയിം പീരീഡ്. അടുത്തത് പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് ഫോർ ഏജ്ഡ് 50 ഇയേഴ്സ് ഓർ എബവ് ആൻഡ് എബവ്. നമ്പർ ഓഫ് ഡെത്ത്സ് ഓഫ് പേഴ്സൺസ് ഏജ്ഡ് 50 ഇയേഴ്സ് ആൻഡ് എബവ് ഡിവൈഡ് ബൈ ടോട്ടൽ ഡെത്ത്സ് ഓഫ് ഓൾ ഏജ് ഗ്രൂപ്പ് ഇൻ ദാറ്റ് ഇയർ. അപ്പോൾ ഡിനോമിനേറ്റർ എപ്പോഴും ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്സ് ആണ്. ന്യൂമറേറ്ററിൽ ഏതിൻ്റെയാണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ന്യൂമറേറ്ററിൽ ചേർക്കുക. അതാണ് പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് ഓർ റേഷ്യോ. നെക്സ്റ്റ് ഈസ് സർവൈവൽ റേറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് അലൈവ് ആഫ്റ്റർ 5 ഇയേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡയഗ്നോസ്ഡ് ഓർ ട്രീറ്റഡ്. നമ്മൾ പൊതുവേ 5 ഇയർ സർവൈവൽ റേറ്റ് എന്നാണ് പറയുക, അല്ലെങ്കിൽ 10 ഇയർ. സോ എത്ര ഇയറിൻ്റെ ആണോ ഉദ്ദേശിക്കുന്നത് അത് ആ ന്യൂമറേറ്ററിൽ ചേർത്താൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് അലൈവ് ആഫ്റ്റർ 5 ഇയേഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡയഗ്നോസ്ഡ് ഓർ ട്രീറ്റഡ്. ഒരു അസുഖത്തിൻ്റെ 5 ഇയർ സർവൈവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം ആ കേസുകളുടെ എണ്ണം എടുക്കുക. ഇപ്പം ക്യാൻസർ ആണെങ്കിൽ മൊത്തം ക്യാൻസർ രോഗികളുടെ എണ്ണം എടുക്കുക, അതിൽ എത്ര ക്യാൻസർ രോഗികൾ 5 വർഷം കഴിഞ്ഞിട്ടും ജീവിക്കുന്നു എന്ന കണക്കെടുക്കുക. അതിനാണ് നമ്മൾ 5 ഇയർ സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് മെഷർമെൻറ്റ് ഓഫ് മോർബിഡിറ്റി. അതിലാദ്യം വരുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻസിഡൻസ്. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് എ സ്പെസിഫിക് ഡിസീസ് ഡ്യൂറിങ് എ ഗിവൺ ടൈം പീരീഡ്. നമ്പർ ഓഫ് ന്യൂ കേസസ്
ഓഫ് എ സ്പെസിഫിക് ഡിസീസ് ഡ്യൂറിങ് എ ഗിവൺ ടൈം പീരീഡ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഡ്യൂറിങ് ദാറ്റ് ടൈം പീരീഡ്. ഒരു പ്രത്യേക പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ഒരു റിസ്ക് പോപ്പുലേഷനിൽ പുതിയ കേസസ് എത്ര വന്നു, നമ്മൾ എടുക്കുന്ന ഒരു പ്രത്യേക ടൈം പീരീഡിൽ ഇത്ര വർഷത്തിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിൽ പുതിയ കേസസ് എത്ര എണ്ണം ഉണ്ടായി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസിഡൻസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ന്യൂ കേസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആദ്യം നമ്മൾ ഓർക്കേണ്ടത് ന്യൂ കേസസ് ആണ്. നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് എ സ്പെസിഫിക് ഡിസീസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഇൻറ്റു 1000. അടുത്തത് പ്രിവലൻസ്. ഇൻസിഡൻസിന് പോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊന്നാണ് പ്രിവലൻസ്. ഇത് തമ്മിൽ ബന്ധവുമുണ്ട്. അപ്പം പ്രിവലൻസ് രണ്ട് തരത്തിലുണ്ട്, പോയിൻ്റ് പ്രിവലൻസും പീരീഡ് പ്രിവലൻസും. ആദ്യം നമുക്ക് പോയിൻ്റ് പ്രിവലൻസ് നോക്കാം. പോയിൻ്റ് പ്രിവലൻസ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല നമ്പർ ഓഫ് ഓൾ കറണ്ട് കേസസ്, ഇറ്റ് ക്യാൻ ബി ഓൾഡ് ആൻഡ് ന്യൂ, ഓഫ് എ സ്പെസിഫൈഡ് ഡിസീസ് എക്സിസ്റ്റിംഗ് അറ്റ് എ ഗിവൺ പോയിൻ്റ് ഇൻ ടൈം. ഒരു പ്രത്യേക ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ എത്ര കേസുണ്ട്, അങ്ങനെ ഒരു പ്രത്യേക പോയിൻ്റ് ഇൻ ടൈമിൽ എത്ര കേസസ്, പഴയതാവാം പുതിയതാവാം, മൊത്തം എത്ര കേസസ് ആ അസുഖത്തിൻ്റെ അവിടെ നിലവിലുണ്ട്, അതിനാണ് പ്രിവലൻസ് എന്ന്, പോയിൻ്റ് പ്രിവലൻസ് എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ അറ്റ് ദ സെയിം പോയിൻ്റ് ഓഫ് ടൈം. ഒരു പ്രത്യേക എസ്റ്റിമേറ്റഡ് പോപ്പുലേഷനിൽ പഴയതും പുതിയതുമായ എത്ര കേസസ് നിലവിലുണ്ട് എന്നുള്ളത് ആ ഒരു പ്രത്യേക പോയിൻ്റ് ഇൻ ടൈമിൽ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിൻ്റ് പ്രിവലൻസ് എന്ന് പറയുന്നത്. സോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് പ്രിവലൻസ്. അടുത്തത് പീരീഡ് പ്രിവലൻസ്. നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് കേസസ് ഓൾഡ് ആൻഡ് ന്യൂ ഓഫ് എ സ്പെസിഫിക് ഡിസീസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ഇൻ്റർവെൽ. അതായത് ഇന്ന ദിവസം മുതൽ ഇത്ര ദിവസം വരെ, അല്ലെങ്കിൽ ഈ മാസം മുതൽ ഈ മാസം വരെ എന്ന് പറഞ്ഞ ടൈം ഇൻ്റർവെൽ കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ എത്ര കേസസ് പഴയതും പുതിയതുമായിട്ടുണ്ട് എന്ന് കണക്കെടുക്കുന്നത്. ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് മിഡ് ഇൻ്റർവെൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക്. അപ്പോൾ പീരീഡ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഇൻ്റർവെല്ലിൻ്റെ മിഡായിട്ടുള്ള പോപ്പുലേഷൻ എടുക്കുന്നത്. കാരണം ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ അതിൽ തുടക്കത്തിലുള്ളൊരു പോപ്പുലേഷനും അതിൻ്റെ അവസാനം ഒരു പോപ്പുലേഷനും ഉണ്ടാവും. അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് അതിന് പകുതി അല്ലെങ്കിൽ മിഡ് ഇൻ്റർവെൽ, അതിൻ്റെ ആവറേജ് പോപ്പുലേഷൻ എടുത്തിട്ട് അതാണ് ഡിനോമിനേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം പ്രിവലൻസും ഇൻസിഡൻസും തമ്മിലുള്ള റിലേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിവലൻസ് ഈസ് ഈക്വൽ ടു ഇൻസിഡൻസ് ഇൻറ്റു മീൻ ഡ്യൂറേഷൻ, I ഇൻറ്റു D, P ഈക്വൽ ടു I ഇൻറ്റു D, ഇൻസിഡൻസ് ഇൻറ്റു മീൻ ഡ്യൂറേഷൻ. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല, ഡോണ്ട് ഫോർഗെറ്റ് ദിസ് വൺ. പ്രിവലൻസ് ഈസ് ഈക്വൽ ടു ഇൻസിഡൻസ് ഇൻറ്റു മീൻ ഡ്യൂറേഷൻ. അടുത്തത് റിലേറ്റീവ് റിസ്ക്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റിലേറ്റീവ് റിസ്ക്, ഇൻസിഡൻസ് ഓഫ് എ ഡിസീസ് ഓർ ഡെത്ത് എമംഗ് എക്സ്പോസ്ഡ് ഡിവൈഡ് ബൈ ഇൻസിഡൻസ് ഓഫ് ഡിസീസ് or death among non-exposed. RR equal to IE by INE എന്നാണ് പറയുക. RR equal to IE by INE. IE എന്ന് പറഞ്ഞാൽ ഇൻസിഡൻസ് എമംഗ് എക്സ്പോസ്ഡ്, INE എന്ന് പറഞ്ഞാൽ ഇൻസിഡൻസ് എമംഗ് നോൺ എക്സ്പോസ്ഡ്. അപ്പം റിലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇൻസിഡൻസ് എമംഗ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക, ഇപ്പോൾ റേഡിയേഷൻ ഹസാർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക അസുഖവുമായിട്ട് എക്സ്പോസ് ചെയ്തതാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഡിസീസിൻ്റെ റിസ്ക്കും അത് ഇൻസിഡൻസ് എക്സ്പോസ് ആവാത്ത ആൾക്കാരുണ്ടാകുന്ന ഇൻസിഡൻസും തമ്മിലുള്ള ഒരു റേഷ്യോയാണ് നമ്മൾ റിലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എക്സ്പോസ് ആയ ആൾക്കാർ എത്രത്തോളം കൂടുതൽ അസുഖം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അതിനാണ് റിലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. പിന്നെ എപ്പിഡമോളജിക്കൽ മെത്തേഡ്സ് ഏതൊക്കെയാണ്? നമ്മൾ എപ്പിഡമോളജി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർവേ അതുപോലെ തന്നെ ഡാറ്റ കളക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ട് രീതിയിലുണ്ട്. ഒബ്സർവേഷണൽ സ്റ്റഡീസ് ഉണ്ട്, എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് ഉണ്ട്. ഒബ്സർവേഷണൽ സ്റ്റഡീസിൻ്റെ താഴെ വരുന്നതാണ് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ്, രണ്ട് അനലിറ്റിക്കൽ സ്റ്റഡീസ്. ഒബ്സർവേഷനിലെ താഴെ വരുന്ന രണ്ടെണ്ണമാണ് ഡിസ്ക്രിപ്റ്റീവ്, അനലിറ്റിക്കൽ. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക സാഹചര്യം, അതിൻ്റെ പ്ലേസ്, പേഴ്സൺ, ടൈം, ഒരാ സ്ഥലം, സാഹചര്യം, സമയം എല്ലാം വ്യക്തമാക്കി അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അത്രയുള്ള ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി. അനലിറ്റിക്കൽ സ്റ്റഡി എന്താണ്? നമ്മൾ അത് നാല് തരത്തിൽ വരുന്നുണ്ടത്. എക്കോളജിക്കൽ അല്ലെങ്കിൽ കോറിലേഷണൽ, അതായത് രണ്ട് സാധനങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, രണ്ട് ആസ്പെക്ട്സ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ എന്ന് നോക്കുന്ന സ്റ്റഡീസാണ് കോറിലേഷണൽ സ്റ്റഡി വിത്ത് പോപ്പുലേഷൻ ആസ് എ യൂണിറ്റ് ഓഫ് സ്റ്റഡി. ദെൻ ക്രോസ് സെക്ഷണൽ സ്റ്റഡി, അതായത് പ്രിവലൻസ് ആണ്. ഒരു പ്രത്യേക പീരീഡ് ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഓഫ് ടൈം, അതിൽ എത്രത്തോളം അസുഖം അല്ലെങ്കിൽ ഈ കോസേറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ അളക്കുന്നതാണ് പ്രിവലൻസ് സ്റ്റഡി അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഇൻഡിവിജ്വൽസിനെയാണ് യൂണിറ്റ് ഓഫ് സ്റ്റഡി ആയിട്ട് എടുക്കുന്നത്.
അടുത്തത് കേസ് കൺട്രോൾ, അതായത് കേസും ഉണ്ട് കൺട്രോളും ഉണ്ട്. അവിടെ കേസ് സംഭവിച്ചു കഴിഞ്ഞു, ആ കേസിലുള്ള ആൾക്കാരെ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ എടുത്ത ശേഷം പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കേസ് കൺട്രോൾ. അവിടെ ഇൻഡിവിജ്വൽസ് ആണ് യൂണിറ്റ് ഓഫ് സ്റ്റഡി, ഓരോ കേസസ് ആണ്. അടുത്തത് കൊഹോട്ട്. കൊഹോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് വിത്ത് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ്. കൊഹോട്ട് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സിമിലർ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എടുത്തിട്ട് അതിനെ ഫോളോ അപ്പ് സ്റ്റഡി എന്ന് പറയുക. അതായത് അവരുടെ നമ്മൾ ഇനീഷ്യലായിട്ടുള്ള അവരുടെ സാഹചര്യം മുതൽ അവരെ ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് അസുഖം ഡെവലപ്പ് ചെയ്യുന്നതും അവരുടെ ഫർദർ പ്രോസസ്സും നമ്മൾ അങ്ങനെ ത്രൂ ഔട്ടായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നടത്തുന്ന സ്റ്റഡിക്കാണ് നമ്മൾ കൊഹോട്ട് സ്റ്റഡി. അവിടെ ഇൻഡിവിജ്വൽ തന്നെയാണ്, ഒരു ഗ്രൂപ്പിൽ ഓരോ ഇൻഡിവിജ്വലിനെ എടുത്തിട്ട് അവരെ ത്രൂ ഔട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി പഠിക്കുന്നതിനാണ് കൊഹോട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ സ്റ്റഡീസ്. നമ്മൾ സാധാരണ കുറേ മരുന്ന് പരീക്ഷണങ്ങൾ അതുപോലെ തന്നെ പുതിയ വാക്സിൻ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസാണ്. അത് 3 രീതിയിൽ ചെയ്യാവുന്നതാണ്. RCT അല്ലെങ്കിൽ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രയൽ. ഇവിടെ പേഷ്യൻസ് ആണ് യൂണിറ്റ് ഓഫ് സ്റ്റഡി. ദെൻ ഫീൽഡ് ട്രയൽസ്. ഫീൽഡിൽ പറയുമ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഫീൽഡിലേക്ക് നമ്മളൊരു പ്രത്യേക ഏരിയയിലേക്ക് പോകുന്നു. അവിടെ നോർമലി ഹെൽത്തി ഇൻഡിവിജ്വൽസ് ആണ് ഉണ്ടാവുക, അവരെയാണ് നമ്മൾ ഹെൽത്തി പീപ്പിൾ ആസ് യൂണിറ്റ് ഓഫ് സ്റ്റഡിയാണ്. ദെൻ കമ്മ്യൂണിറ്റി ട്രയൽസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻ സ്റ്റഡീസ്. മാസ്സായിട്ട് കമ്മ്യൂണിറ്റിയിൽ ഒരു ഇൻ്റർവെൻഷൻ സ്റ്റഡി ചെയ്യുക. അപ്പോൾ അത് കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻ സ്റ്റഡി എന്നാണ് അതിന് പറയുന്നത്. അത് കമ്മ്യൂണിറ്റിയാണ്, മൊത്തം ഒരു ഏരിയ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ ആൻ ഏരിയ ആണ് അതിൻ്റെ യൂണിറ്റ് ഓഫ് സ്റ്റഡി. ഇതൊക്കെ അതിൻ്റെ മെത്തേഡ്സ് ആണ്. ഇതിൽ ഏതെങ്കിലും പേരെടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം കോറിലേഷണൽ ഉണ്ട്, പ്രിവാലൻസ് സ്റ്റഡി ഉണ്ട്, കേസ് റെഫറൻസ് സ്റ്റഡി ഉണ്ട്, ഫോളോ അപ്പ് സ്റ്റഡീസ് ഉണ്ട്, അല്ലെങ്കിൽ കൊഹോട്ട് സ്റ്റഡി. അതിൽ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പം ഇപ്പം കോറിലേഷണൽ, അത് കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ, കേസ് കൺട്രോൾ, കൊഹോട്ട് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അപ്പോൾ അത് ഫോളോ അപ്പ് ആണ്. RCT എന്ന് പറഞ്ഞാൽ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലാണ്. അപ്പം അവിടെ അതുപോലെ തന്നെ നമ്മൾ മരുന്ന് ചികിത്സ, മരുന്ന് പരീക്ഷണങ്ങൾ, വാക്സിൻ പരീക്ഷണങ്ങളെല്ലാം അതിൽ വരുന്നു. അങ്ങനെ ഫീൽഡ് ട്രയൽസ്, അതൊക്കെ അതിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയുടെ. അപ്പം ഇത് 2 രീതിയാണ് കാര്യമായിട്ട് വരുന്നത്, ഒബ്സർവേഷണൽ സ്റ്റഡിയും എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയും. അതിൻ്റെ സബ് ഡിവിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തത് കേസ്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്റ്റഡീസിൻ്റെ ഡിസൈൻ നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. കേസ് കൺട്രോൾ. നമുക്ക് ആ മുകളിലത്തെ നോക്കിയാൽ അറിയാം, ടൈം അല്ലേ, ടൈം മുന്നോട്ട് പോകുന്നു, ഡയറക്ഷൻ ഓഫ് എൻക്വയറി പുറകോട്ട്. അതായത് ടൈം പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതായത് ഓൾറെഡി അസുഖം വന്നു കഴിഞ്ഞു. കേസ് കൺട്രോളിൽ എന്താണ് സംഭവിക്കുന്നത്, ടൈം ഹാസ് ലാപ്സ്ഡ്, ഓൾറെഡി ദ ഡിസീസ് ഹാസ് ഒക്കേർഡ് ഇൻ എ പേഴ്സൺ. ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ അവരെ പഠിച്ചുകൊണ്ട് പുറകോട്ട് പോയി നോക്കുകയാണ് അവർക്ക് എന്താണ്, എങ്ങനെയാണ് അസുഖം വന്നത്. അതാണ് കേസ് കൺട്രോൾ സ്റ്റഡി. നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാൽ അറിയാം, ടൈം ഇങ്ങോട്ട് വന്ന് ഇവിടെ പോപ്പുലേഷൻ നമുക്ക് വലതുവശത്താണ് കാണുന്നത് അല്ലേ, നമ്മൾ പുറകോട്ടാണ് പോകുന്നത്, ടൈമിൻ്റെ പുറകോട്ടാണ് നമ്മൾ പോകാൻ നോക്കുന്നത്. പോപ്പുലേഷൻ അതിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കേസും ഉണ്ട് കൺട്രോളും ഉണ്ട് അല്ലേ. മുകളിലെ കേസ് പീപ്പിൾ വിത്ത് ഡിസീസാണ്, താഴെ കൺട്രോൾ പീപ്പിൾ വിത്തൗട്ട് ഡിസീസ്. 2 പേരെയും നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതിൽ എത്ര പേര് ആ റിസ്ക് ഫാക്ടറുമായിട്ട് എക്സ്പോസ് ആയിട്ടുണ്ട്, എത്ര പേര് നോൺ എക്സ്പോസ് ആയിട്ടുണ്ട്. താഴെ അതുപോലെ തന്നെ എത്ര പേർക്ക് റിസ്ക് ഫാക്ടേഴ്സ് എക്സ്പോഷർ ഉണ്ട്, അല്ലാത്ത താഴെ നോട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട്. ഇത് 2 പഠിച്ചിട്ട് നമ്മളൊരു കൺക്ലൂഷനിലെത്തുന്നു, റിസ്ക് ഫാക്ടർ ആണോ അല്ലേ ഈ അസുഖത്തിന് കാരണം എന്നുള്ളത്. അതിനെയാണ് നമ്മൾ കേസ് കൺട്രോൾ സ്റ്റഡി. അപ്പം ടൈമിന് ഓപ്പോസിറ്റ് ആയിട്ട്, അത് ഓൾറെഡി ദ ഡിസീസ് ഹാസ് ഹാപ്പൻഡ് ആൻഡ് വി ആർ ഗോയിങ് ബാക്ക് ടു ദ ഹിസ്റ്ററി ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ ടു സ്റ്റഡി വെദർ ദർ വാസ് ആൻ എക്സ്പോഷർ ടു റിസ്ക് ഫാക്ടർ ഓർ നോട്ട്. അതിനാണ് നമ്മൾ കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്തത് കൊഹോട്ട് സ്റ്റഡി. എന്താണ് കൊഹോട്ട് സ്റ്റഡി? ഇവിടെ നോക്കൂ, ടൈമും ഡയറക്ഷൻ ഓഫ് എൻക്വയറി ഒരേ ഡയറക്ഷനിലാണ്. മുകളിലെ 2 ലൈൻ നോക്കൂ, ടൈം ആൻഡ് ഡയറക്ഷൻ ഓഫ് എൻക്വയറി ബോത്ത് ആർ ഇൻ ദ സെയിം ലൈൻ. അതായത് നമ്മൾ ത്രൂ ഔട്ട് ടൈമിനൊപ്പം തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, പോപ്പുലേഷൻ ആദ്യം തന്നെയാണ് അല്ലേ, പോപ്പുലേഷൻ പീപ്പിൾ വിത്തൗട്ട് ഡിസീസാണ്. നമ്മൾ ഒരു റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പിനെ എടുത്തിട്ട് അവർക്ക് അസുഖമൊന്നുമില്ല, വരാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ, അവരെ നമ്മൾ എടുക്കുന്നു. അവരിൽ ആരൊക്കെ എക്സ്പോസ്ഡ് ആണ് നോട്ട് എക്സ്പോസ്ഡ് ആണെന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. ഒരു പ്രത്യേക റിസ്ക് ഫാക്ടറിന് അല്ലെങ്കിൽ ഇപ്പോൾ റേഡിയേഷൻ എക്സ്പോഷർ ആണ്, റേഡിയേഷൻ എക്സാമ്പിൾ എടുത്താൽ റേഡിയേഷൻ എക്സ്പോഷർ, അല്ലെങ്കിൽ സ്മോക്കേഴ്സ്, നോൺ സ്മോക്കേഴ്സ്, എത്ര പേര് എക്സ്പോസ്ഡ് ആണ് നോട്ട് എക്സ്പോസ്ഡ് ആണെന്ന് നോക്കുന്നു. ആ 2 പേരെയും പിന്നെയും നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് എത്ര പേർക്ക് ഡിസീസ് വരുന്നു, എത്ര പേർക്ക് നോ ഡിസീസ് വരുന്നു. സോ ഇറ്റ്സ് എ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി. നമ്മൾ ടൈം ഡ്യൂറേഷൻ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം അവരെ ഫോളോ അപ്പ് ചെയ്തെടുക്കുന്ന സ്റ്റഡിയാണ് കൊഹോട്ട് സ്റ്റഡി.
അപ്പോൾ മനസ്സിലായല്ലോ. കേസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നേരെ പുറകോട്ട്, കേസ് വന്ന ശേഷം നമ്മൾ അവരെ ഒരു കൺട്രോൾ ഗ്രൂപ്പിനെയും കൂടി എടുത്തിട്ട് അവരിൽ പഠിക്കുന്നു. കൊഹോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖം വരാൻ പോസിബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ എടുത്തിട്ട് അതിൽ എത്ര പേര് എക്സ്പോസ്ഡ് ആയിരുന്നു, എത്ര പേര് നോൺ എക്സ്പോസ്ഡ് ആയിരുന്നു എന്ന് നോക്കി അവർക്ക് എത്ര പേർക്ക് ഡിസീസ് വരുന്നുണ്ടോ, ഡിസീസ് വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന സ്റ്റഡിയാണ് കോഹോർട്ട് സ്റ്റഡി. കോഹോർട്ട് സ്റ്റഡി ഒരുപാട് സമയം പിടിക്കും. കേസ് കൺട്രോൾ കുറച്ചും കൂടി എളുപ്പമാണ് ചെയ്യാൻ. കോഹോർട്ട് സ്റ്റഡി ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ഇറ്റ്സ് എ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി വിച്ച് കൺസ്യൂംസ് എ ലോട്ട് ഓഫ് ടൈം. അടുത്ത് നമ്മൾ റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡിയുടെ ഒരു ഡിസൈനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ RCT അല്ലെങ്കിൽ എന്നൊക്കെ എപ്പോഴും പറയാറുള്ള റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയലുകളൊക്കെ നമ്മൾ പറയാറില്ലേ, അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളെന്താണ് സെലക്ട് സ്യൂട്ടബിൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ ടാർഗറ്റ് പോപ്പുലേഷൻ, നമ്മൾ ആരിലാണോ അത് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ എടുക്കുന്നു. സെലക്ട് സ്യൂട്ടബിൾ സാമ്പിൾ, ആ പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാമ്പിളിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അതിൽ നമ്മൾ വേണ്ട ചില ആൾക്കാർക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ചില ഏജ് കാറ്റഗറിയിലായിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചില സെക്സ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ചില എത്നിക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവാം. അതിൽ ആരൊക്കെ പറ്റും ആരൊക്കെ പറ്റില്ല, അതാണ് മേക്ക് നെസസറി എക്സ്ക്ലൂഷൻസ്. എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ, നോട്ട് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ നമുക്ക് സമ്മതപത്രം വാങ്ങണം അല്ലേ ഒരു സ്റ്റഡി നടത്തുന്നതിന് മുമ്പേ. പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവരെ നമ്മളതൊന്ന് ഒഴിവാക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, റാൻഡമൈസ് ചെയ്യുന്നു. റാൻഡമൈസ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു റാൻഡം ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ പർപ്പസ്ഫുള്ളി അല്ലാതെ നമ്മളെ കണ്ണടച്ച് നമ്മൾ എക്സ്പെരിമെൻ്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പിലേക്ക് നമ്മൾ അവരെ മാറ്റുന്നു. നമുക്ക് ഒരു ബയാസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്സിനോ ഇൻ്റർവെൻഷനോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുന്നു. അതിനുശേഷം ഫോളോ അപ്പ് ചെയ്യുന്നു. ലാസ്റ്റ് നമ്മൾ അവരെ അസസ് ചെയ്യുന്നു എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇതാണ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലിൻ്റെ ഒരു മോഡൽ. ഇനി അടുത്തത് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് ബ്ലൈൻഡിങ് ഇൻ RCT. ബ്ലൈൻഡിങ് എന്താണ്? ബ്ലൈൻഡിങ് സിംഗിൾ ബ്ലൈൻഡ്. ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ ബ്ലൈൻഡ്. പാർട്ടിസിപ്പൻറ്റ് ഈസ് നോട്ട് അവെയർ ഓഫ് ദ സ്റ്റഡി. അതായത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടാൽ അതിലൊരു ബയാസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളത് ബയസ് ചെയ്തിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് അതിൻ്റെ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള രീതിയിലേക്ക് ഒരു ചിന്ത പോകാനും ആ രീതിയിൽ സ്റ്റഡിയെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലൈൻഡിങ് വെക്കുന്നത്. സിംഗിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പൻ്റ് അറിയുന്നില്ല അയാൾ എന്ത് സ്റ്റഡിയിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ ഡബിൾ ബ്ലൈൻഡ്. ഇൻവെസ്റ്റിഗേറ്റർ ആൻഡ് പാർട്ടിസിപ്പൻ്റ് ഈസ് നോട്ട് അവെയർ ഓഫ് സ്റ്റഡി. രണ്ടുപേരും അറിയുന്നില്ല എന്ത് സ്റ്റഡിയാണ് ചെയ്യുന്നത് എന്നുള്ളത് രണ്ടുപേർക്കും മനസ്സിലായിട്ടില്ല. ട്രിപ്പിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റ അനലിസ്റ്റും ഇൻവെസ്റ്റിഗേറ്ററും പാർട്ടിസിപ്പൻറ്റും സ്റ്റഡിയെപ്പറ്റി അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. കാരണം ആരും ഇതിലൊരു തരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്തില്ല. അപ്പോൾ യഥാർത്ഥ ഡാറ്റ കിട്ടുന്നു. ഇതാണ് ബ്ലൈൻഡിങ് ഇൻ RCT. സോ ദാറ്റ് വാസ് about some important points in community health nursing, epidemiological measurements, and also the rates, ratios, and important study methods, epidemiological methods. So I hope you got a concept regarding what is different types of rates, ratios, and also the epidemiological methods. So if you have not understood, just rewind the video, see once again, and even then if you have doubts you can raise in the given email address. I will answer to your queries. Thank you. Keep watching this channel.